തിരൂരിലെ സമസ്തയുടെ സന്ദേശയാത്രയുടെ സ്വീകരണം കഴിഞ്ഞ് നമ്മളൊക്കെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. നന്ദി പ്രസംഗത്തിന് ശേഷമാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഇതൊരു സംസ്ഥാന സമ്മേളനമാണോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഇവിടുത്തെ ഒരു ജനബാഹുല്യം. അത്രമേൽ മനോഹരമായി ഇവിടുത്തെ സംഘാടനം ഇവർ നിർവഹിച്ചു. ആ ലീഡേഴ്സാണ് ഈ വെസ്റ്റ് ജില്ലയുടെ ഭാരവാഹികളാണ്. കാരണം ഇവിടെ ഒരു ജില്ലാ സമ്മേളനമല്ല നടന്നത്, ഒരു പാതി ജില്ലയുടെ സമ്മേളനമാണ് നടന്നത്. പക്ഷേ അതൊരു സംസ്ഥാന സമ്മേളനത്തെ വെല്ലുന്ന തരത്തിൽ അതിൻ്റെ കെട്ടും മട്ടുമെല്ലാം ആ ഒരു തരത്തിലേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു സംഘാടനം, അതോടൊപ്പം തന്നെ ആളും എണ്ണബലവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സംഘാടന മികവിൻ്റെ രഹസ്യം അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിലേക്ക് യാത്ര പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന ആ ജില്ലയിലുള്ള ആളുകളൊക്കെ ഇതൊരു വാശിയായി ഏറ്റെടുക്കുമോ എന്നൊക്കെ നമുക്ക് കാണണം. ഒരുപക്ഷേ ഈ ഒരു യാത്രയിൽ ഏറ്റവും മികച്ച സമ്മേളനം ഏത് എന്നതിനൊരു സമ്മാനം നമുക്ക് പറയുകയാണെങ്കിൽ ആ ഒരു തരത്തിലേക്ക് തിരൂരിനെ വെല്ലാൻ ഇനി വേറെ ഏതെങ്കിലും അവശേഷിക്കുന്ന ജില്ലകൾ ഉണ്ടാകുമോ അതൊന്നും നമുക്കറിയില്ല. നമുക്ക് തങ്ങളോട് തന്നെ ചോദിക്കാം. തങ്ങളെ നമ്മളൊക്കെ ഞെട്ടി തരിച്ചിരിക്കുകയാണ്. ഇതൊരു പാതി ജില്ലയുടെ സമ്മേളനമാണ് ഇവിടെ നടന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു മാജിക്? ആദ്യമായി സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അൽഫ മർറ. അതോടൊപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ മാജിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാജിക്ക് മഹാന്മാരുടെ ഒരു സഹായം നമുക്കുണ്ടാകുന്നതാണ്. സമസ്തയുടെ ഏത് കാര്യത്തിൻ്റെ വിജയത്തിൽ പിന്നിലെ ഒരു ചാലക ശക്തി അത് മഹാന്മാരുടെ മദതാണ്. അത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഇന്ന് നടന്ന പ്രസംഗത്തിലും കഴിഞ്ഞ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്. സമസ്ത കേരള ജമിയത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നമ്മളൊക്കെ നിരാശരാകും, എന്താവും. പക്ഷേ അവസാന സമയത്ത് നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് നമ്മളറിയാത്ത രൂപത്തിലൂടെ ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകി വരും. ആ സമയത്ത് നമുക്ക് വീണ്ടും ഒരു ആത്മവിശ്വാസം കൂടുകയാണ്. കാരണം ഇത് വലിയ മഹാന്മാരുടെ വലിയ സഹായമുണ്ട് എന്ന് ആളുകൾ പറയുന്നത് ശരിക്കൊരു യാഥാർത്ഥ്യമാണ്. അത് ശരിക്കും നമ്മളിന്ന് അനുഭവിച്ചു, വീണ്ടും ഒരുപാട് അനുഭവിച്ചു, ഇന്നിവിടെ അനുഭവിച്ചു. അതോടൊപ്പം നമ്മളുടെ ഈ ജില്ലയിൽ ഈ പരിപാടി തീരുമാനിച്ചത് മുതൽ നമ്മുടെ ജില്ലാ സ്വാഗത സംഘത്തിൻ്റെ കീഴിൽ, മണ്ഡലം സ്വാഗത സംഘം കമ്മിറ്റികളുടെ കീഴിൽ, അതുപോലെ റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ആഭിമുഖ്യത്തിൽ SKSF അതുപോലെ തുടങ്ങിയിട്ടുള്ള സമസ്തയുടെ വിവിധ പോഷകഘടകങ്ങളുടെ കീഴിൽ വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങൾ നടത്തി. അതോടൊപ്പം ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ, ഈ ജാഥയുടെ ഉപനായകൻ കൂടിയായ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമല്ലയിലെയാണ്. തങ്ങളുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട KKS തങ്ങൾ വൈസ് ചെയർമാനൊക്കെയായി ജില്ലയിൽ ഉടനീളം എല്ലാ മണ്ഡലങ്ങളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു സന്ദേശയാത്ര ഞങ്ങൾ 2 ദിവസം നടത്തി. ആ സന്ദേശയാത്ര ഇതിൻ്റെ സന്ദേശം അറിയിച്ച യാത്രയായിരുന്നു. ആ യാത്ര എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു ചെറിയ സന്ദേശയാത്ര ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ സമ്മേളനം എന്തായാലും പ്രൗഢമാകുമെന്ന്. അൽഹംദുലില്ലാ ഒരു വലിയ നിറഞ്ഞ സന്തോഷത്തിലാണ് ഇവിടുത്തെ ഓരോ സംഘാടകരുമുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴും കഴിഞ്ഞതിന് ശേഷം ഓരോ ആളുകളും പറയുന്നത് ഇതെന്താ പടച്ചോനെ എന്ന് പറഞ്ഞാൽ ഇതിനെ വർണ്ണിക്കാൻ വാക്കില്ലാത്ത രൂപത്തിൽ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ 19 തുടങ്ങി 28-ാം തീയതി അവസാനിക്കുന്ന ഈ യാത്രയിൽ ഏറ്റവും വലിയ സമ്മേളനമായി ഇത് മാറണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ ദിവസത്തെ പരിപാടി അടുത്ത ദിവസത്തെ പരിപാടികൾക്ക് എന്ത് ചെയ്യും, ഒരു ഊർജ്ജം നൽകും. ആ ഊർജ്ജമുണ്ടാകുമ്പോൾ ഇതിനേക്കാളും ആ പരിപാടി പ്രൗഢമാക്കാൻ എല്ലാ സംഘാടകരും തീരുമാനിക്കും. അത് സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ആര് എന്ത് തീരുമാനിച്ച് ആരതിൽ റാങ്ക് കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ സംതൃപ്തരാണ്. ഞങ്ങൾക്കിതിലിഞ്ഞ് ഒരു റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘാടകരായ ഞങ്ങൾ വലിയ സംതൃപ്തിയിലാണ്. കാരണം ഇത്രമേൽ വലിയ മനോഹരമായൊരു പരിപാടി നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഒരു ജില്ലാ സമ്മേളനമല്ല ഒരു സ്റ്റേറ്റ് സമ്മേളനമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രഭാതത്തിൻ്റെ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അൽഹംദുലില്ലാ ആ രീതി ഞങ്ങൾ അഭിമാനിക്കുകയാണ്. അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു സംഘാടകൻ്റെ ചിരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും നമ്മൾ മനസ്സറിഞ്ഞിട്ട് ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരുപാട് ആളുകളുടെ നിശ്ചയമായ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ SKSFൻ്റെ സ്വാഗത സംഘത്തിൻ്റെ പ്രാദേശിക സ്വാഗത സംഘടനകളുടെ ജില്ലാ സ്വാഗത സംഘത്തിൻ്റെയൊക്കെ ഭാരവാഹികളുടെ വളരെ ആത്മാർത്ഥമായ പ്രവർത്തനം അൽഹംദുലില്ലാ ഈ പരിപാടി വിജയത്തിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ അതുപോലെ മറ്റുള്ള വളണ്ടിയർമാർ എല്ലാവരുടെ പുറത്തുണ്ടായി. അൽഹംദുലില്ലാ എല്ലാ നിലക്കും വിജയിച്ചു എന്ന 100% സംതൃപ്തി. അതോടൊപ്പം തിരൂർ എന്ന് പറഞ്ഞാൽ ചരിത്രത്തിലെ തന്നെ ഒരു പ്രധാന ഒരു കേന്ദ്രമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തിരൂരിനെ മാറ്റി നിർത്താൻ കഴിയില്ല. വാഗൺ ട്രാജഡി ശുഹദാക്കന്മാർ അന്തിയുറങ്ങുന്ന മണ്ണാണ്. അതുപോലെ സമസ്തക്ക് നേതൃത്വം നൽകി ഒരുപാട് ആളുകൾ അന്തിയുറങ്ങുന്ന മണ്ണാണ് ഈ തിരൂരിൻ്റെ മണ്ണ്. അതുപോലെ ഈ മലപ്പുറം വെസ്റ്റ് ജില്ല അൽഹംദുലില്ലാ അവരുടെയൊക്കെ ഒരു മദത് ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ അൽഹംദുലില്ലാ അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.
ഇവിടെ ഈ ഒരു വേദി നമ്മൾ ഈ സംഘാടകരുടെ നിര ഇങ്ങനെ കാണുമ്പം പ്രായമുള്ള അധികമാരും ഇല്ല. തങ്ങളും ജമലുൽ തങ്ങളൊക്കെ ആയിരിക്കും കൂട്ടത്തിൽ കുറച്ച് ഈ കാണുന്നതിലും നമ്മൾ അറിഞ്ഞതിലൊക്കെ ഉള്ളത്. ഒരു ചെറുപ്പക്കാരുടെ ഒരു നിര മുന്നോട്ട് വരുന്നതിൽ ആ ഒരു സംഘാടനത്തിൻ്റെയും അല്ല പുതിയൊരു തലമുറയുടെ ഒരു മാറ്റമൊക്കെ എങ്ങനെയാണ് തങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജില്ല എന്ന് പറയുന്നത് മറ്റുള്ള ജില്ലയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവിടെ ജില്ലയിൽ SYS ആയാലും SKSF ആയാലും മറ്റെല്ലാം ഒറ്റക്കെട്ടായി സമസ്തയോടെ കൂടി അടിയുറച്ച് നിന്നുകൊണ്ടാണ് ഉണ്ടായത്. എല്ലാം ഒറ്റക്കെട്ട് ഒറ്റ മനസ്സ് എന്തൊക്കെ വിഷയം ഉണ്ടാകുമ്പോഴും സമസ്ത എന്ത് പറയുന്നു ഓർമ്മ വിരിക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി കൊണ്ടാണ് തിരുമുറത്ത് കാഴ്ചവെക്കാൻ കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്കുള്ളത് ഒന്ന് മറ്റു പൂർത്തിയൊന്ന് ഉത്സാഹമാണ്. പക്ഷേ ഞങ്ങൾ ഏറ്റവും നല്ല ഞങ്ങളാണെന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം സഹായം ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. എന്തു പറയുന്നു? വളരെ മനോഹരമായിട്ടുണ്ട്, ഹൃദ്യസ്ഥമാണ്. കാരണം ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷയിലേക്കാൾ അപ്പുറമായി ഈ ജനബാഹുല്യം കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും വളരെ ഉഷാറായിരുന്നു. എന്താണ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എല്ലാവരും നിർവഹിച്ചു എന്നാണ് ഇതിൻ്റെ വിജയം. എങ്ങനെ മലപ്പുറം വെസ്റ്റ് ജില്ലയ്ക്ക് ഈ യാത്ര വരുമ്പോൾ അത് വൻ വിജയമാകും ഒരാശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഫലമാണ് വിജയം. നമ്മുടെ യാത്ര വിജയിക്കാൻ പ്രധാനമായും നമ്മൾ കാണുന്നൊരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ SYSൻ്റെ ജനറൽ സെക്രട്ടറി കോഴിക്കോട് ഖാദി ജമലുൽ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ ജില്ലയിൽ 8 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ചു. അതിൻ്റെ പ്രചരണ സമ്മേളന സന്ദേശ ജാഥ നടത്തി. അത് വളരെ വിജയകരമായി മണ്ഡലം തലങ്ങളിൽ തന്നെ അതിൻ്റെ സ്വീകരണ സമ്മേളനങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാണ് ഈ സ്വീകരണ സമ്മേളനം വമ്പിച്ച വിജയമാവുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ റേഞ്ചുകളിൽ നടക്കുന്ന മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തിരൂർ പരിസരത്ത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ആത്മസമർപ്പണം, പ്രത്യേകിച്ച് വിഖായിയുടെ നമ്മുടെ പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകന്മാർ, അതോടൊപ്പം തന്നെ തിരൂരിലെ SYSൻ്റെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ SKSSFൻ്റെ ഉൾപ്പെടെ എല്ലാം ഒരു ടീമായി വർക്ക് ചെയ്തു എന്നുള്ള എല്ലാം വളരെ SB അടക്കം അത് ആ നിലക്കുള്ള അവരുടെ പെർഫോമൻസ് അവരുടെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നത്തെ വിജയം. ഒരു ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റാഫി സാഹിബ്, എന്താണ് നന്ദി പ്രസംഗമൊക്കെ കലക്കി ആ ഒരു ആവേശമൊക്കെ നന്ദി പ്രസംഗത്തിൽ കാണുന്നു? അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. നമ്മുടെ വെസ്റ്റ് ജില്ലയിലെ എല്ലാ ഘടകങ്ങളും സമസ്തയുടെ നേതാക്കൾ, പ്രവർത്തകർ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ആ ഒരു വലിയ ഒരു സന്തോഷത്തിലാണുള്ളത്. കുറേ ദിവസങ്ങളായി ഒരുപാട് ഇപ്പോൾ ഈ ഇരിക്കുന്ന ആളുകൾക്കപ്പുറം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് സംഘാടകരുണ്ട്. ഇപ്പോൾ മുനീറിനെ പോലത്തെ ഒരുപാട് ആളുകൾ. അപ്പോൾ അവരുടെയൊക്കെ ആത്മാർത്ഥമായ ആ ഒരു പ്രവർത്തനം, പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം, അത് ഒരുപാട് പതിറ്റാണ്ടുകളായി നമ്മളൊക്കെ അനുഭവിച്ചു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിതിന് തുടക്കത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതൊരു വലിയ വിജയമാകും എന്ന് നമുക്ക് ഏകദേശം അൽഹംദുലില്ലാ ഉറപ്പായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും നന്ദി പറയുമ്പം ഞങ്ങളിപ്പോൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് ഇതേ സമയം ലോകത്തെത്തിക്കുന്ന വലിയൊരു പങ്ക് നിങ്ങളുടെ സുപ്രഭാതത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതിന് സുപ്രഭാതത്തിൻ്റെ എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് റാഷിദ് ഉൾപ്പെടെയുള്ള ആളുകളോടൊക്കെ പ്രത്യേകം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഇവിടെ റാഫി പറഞ്ഞതുപോലെ നമ്മൾ ഒക്കെ പ്രവർത്തിച്ച് ഇങ്ങനെ സന്തോഷിക്കുമ്പോഴും ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ടീം അവിടെ പുറത്തുണ്ട്. ഒരു ഭാഗത്ത് നമ്മളെ നഗരി ക്ലീൻ ചെയ്യുന്നു. അതുപോലെ അവിടെ അപ്പുറത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മുടെ വളണ്ടിയർമാർ, പ്രവർത്തകന്മാർ സജ്ജമായിട്ട് പ്രവർത്തിക്കുന്നു. അവർ ഈ പരിപാടി ഒന്നും ശരിക്കും അനുഭവിച്ചിട്ടില്ല. അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടവരാണ്. അല്ലാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ്. മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത SKSSF, SYS, സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ഒരു കൂട്ടായ ഒരു ടീം വർക്ക് കഴിഞ്ഞ ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു കോർഡിനേഷൻ കൃത്യമായി നടക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ സ്വീകരണത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇവിടെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, ഒരു ടീം വർക്കായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. സമസ്തയും ജഫ്രി തങ്ങളും ഈ യാത്രയും വരാൻ പോകുന്ന സമ്മേളനവുമെല്ലാം ചരിത്രത്തിൽ ഇടം പിടിക്കും. അത് ഒന്നല്ലെങ്കിൽ പുതിയ ഒരു നിര തന്നെ ഉയർന്നു വന്നുകൊണ്ട് അത്ഭുതങ്ങൾ തീർക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തിരൂരിലും സംഭവിച്ചിരിക്കുന്നത്.